ഓ മതി. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു റിവ്യൂ റേഞ്ചർ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബാംഗ്ലൂരിൽ വെച്ചിട്ട് ദ ബെസ്റ്റ് ബീഫ് ബർഗേഴ്സ് 3 ഉണ്ട്. ഇതൊക്കെയാണ് ഞാൻ അറിഞ്ഞ സോഴ്സസിൽ വെച്ചിട്ട് ദ ബെസ്റ്റ് ബീഫ് ബർഗേഴ്സ് എന്ന് കേട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നും ട്രൈ ചെയ്യാം, എന്നിട്ട് എല്ലാം റാങ്ക് ചെയ്യാം, റേറ്റും ചെയ്യാം. അപ്പം ഫ്രണ്ട്സ്, നമുക്ക് ആദ്യം കഴിക്കാൻ പോകുന്നത് ഒറിജിനൽ ബർഗർ ആൻഡ് കോ ആണ്. അപ്പോൾ ഇതിൽ നിന്ന് വാങ്ങിച്ച ബർഗർ ഏതാണ്? അപ്പോൾ ഫ്രണ്ട്സ്, ഇത് ഓക്ലഹോമ ഒണിയൻ സ്മാഷ് ബർഗർ ആണ്. ഞാൻ ഒറിജിനൽ ബർഗറിൽ പോയിട്ടും കഴിച്ചിട്ടുണ്ട്. എനിക്ക് അവിടുത്തെ ബർഗർ, എസ്പെഷ്യലി ബീഫ് ബർഗർ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതാ അടിപൊളി പാക്കേജിങ് അല്ലേ, എനിക്ക് ഇതിൻ്റെ കളറും സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായി. ഇതിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളത് നോക്കാം. ഒരു സോസ് ഇത് മാത്രമേ വന്നിട്ടുള്ളൂ. ഇതാണ് സംഭവം, ഇവിടെ വെക്കാം. ഓക്കെ, പ്ലേറ്റിൽ വെച്ചിട്ട് 425 rupees without discount. 425 rupees-ആണ് വരുന്നത്. ഇതാ അൺബോക്സ് ചെയ്യാൻ പോവാണ്. എനിക്കിതിൻ്റെ ബ്രാൻഡിങ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. നല്ല ക്ലാസിക് ആയിട്ടുള്ള അമേരിക്കൻ ഡൈനറിലെല്ലാം കിട്ടുന്ന നേരത്തെ എനിക്ക് വന്ന് അങ്ങനത്തെ ഒരു ഇൻസ്പിറേഷൻ ഇവരുടെ തീമും ബർഗേഴ്സ്. എക്സാക്ട്ലി. സൈസൊക്കെ ഇത്രയാണ്. നമുക്കിത് ചെയ്യാം. ഇതാണ് ആദ്യം ഞാൻ ഓർഡർ ചെയ്തപ്പോൾ കിട്ടിയത്, അതുകൊണ്ട് ഇത് ആദ്യം കഴിക്കാൻ വിചാരിച്ചു. ഇഷ്യൂ ഒന്നും തരാത്ത എന്താ ഫ്രണ്ട്സ്, നമുക്കിത് കട്ട് ചെയ്യാനുള്ള ഒരു സാഹസത്തിലേക്ക് ഞാൻ പോവാണ്. നമുക്ക് എന്തായാലും നോക്കാം വിജയകരമാവുമോ. ഏകദേശം ഓക്കെ ആയിട്ടുണ്ട് തോന്നുന്നുണ്ട്. ഡൈസെക്റ്റഡ് പീസ് നമുക്ക് നോക്കാം. ഓ, അപ്പോൾ ഫ്രണ്ട്സ്, ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയില്ല എന്താ ഒരു ടിഷ്യൂ വരാത്തതെന്ന്. പക്ഷെ എന്തായാലും നമുക്ക് ടേസ്റ്റ് ടെസ്റ്റിലോട്ടേക്ക് കടക്കാം. ജസ്റ്റ് അമേസിങ്. ആ ബീഫ് ഭയങ്കര സോഫ്റ്റാണ്, ടെൻഡറാണ്, ജ്യൂസസ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ബന്നും നല്ല സോഫ്റ്റാണ്. Can't stop eating this. Absolutely good. Great. പൈസ കുറച്ച് കൂടുതലാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ബട്ട് ബാംഗ്ലൂരിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ദിസ് ഈസ് ദ ഫൈനസ്റ്റ്. ആദ്യം കഴിച്ചേനെ ഈ ഡയറ്റ് കോക്കിൻ്റെ ഒരു സിപ്പ് എടുത്തു കഴിഞ്ഞാൽ ദ ബെസ്റ്റ് ഫീലിംഗ്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ കഴിക്കാൻ പോകുന്ന സ്ഥലം ഇതെവിടെയാ? ഗുഡ് ഫ്ലിപ്പിംഗ് ബർഗർ. ഗുഡ് ഫ്ലിപ്പിംഗ് ബർഗർ ഞാൻ ഇവിടെ നിന്നും കഴിച്ചിട്ടുണ്ട്. ഈ സംഭവം വേറൊരു സംഭവം ഉണ്ട്, അത് മാത്രമേ ഞാൻ കഴിക്കാത്തുള്ളൂ. നമുക്കിത് നോക്കാം. ക്രാപ്പ്. എനിക്കിതിൻ്റെ സംഭവങ്ങളൊന്നും ഇഷ്ടമായിട്ടില്ല. സ്ക്വിഡ് ഗെയിമിൻ്റെ തീമിലാണ് ചെയ്തിരിക്കുന്നത്. എന്താ സംഭവം എന്നറിയില്ല, എന്തെങ്കിലും കാര്യം ഉണ്ടാവും. എന്തായാലും നമുക്ക് ഇത് തുറന്ന് നോക്കാം. ഇതിന് എത്ര പ്രൈസ് വരുന്നത്? ഇത് 355 വരുന്നത്. ഇതാണ് ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള സ്മാഷ് ബർഗർ. ഈ 3 ബീഫ് ബർഗറിൽ വെച്ചിട്ട് ഏറ്റവും ചീപ്പസ്റ്റ് 355 rupees ആണ് വരുന്നത്. നമുക്ക് നോക്കാം. ഓ, ഇത് കുറച്ചും കൂടി മതി. ഇത് നമ്മൾ ഡൈസെക്ട് ചെയ്യാൻ പോവാണ്. ഇതിന്റെ ബന്നെല്ലാം കാണുമ്പോൾ കുറച്ച് ഒരു ലോക്കൽ ബന്നായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, ഓ, ലൊട്ട പോലെ ഉണ്ട് ഉള്ളില്. മറ്റേത് ഇതെന്ത് ബർഗറാണ് ശരിക്കും? സ്മാഷ് ബർഗേഴ്സ്. ഇതും സ്മാഷ് ബർഗറാണ്. നമുക്കറിയാലോ സ്മാഷ് ബർഗർ എന്താണെന്ന്. ആ പാറ്റി അവിടെ വെച്ചിട്ട് സ്മാഷ് ചെയ്തിട്ട് ഇതാക്കിയിട്ടുള്ള സംഭവമാണ്. ഞാൻ ഇതിൽ ഓണിയൻസ് ഉള്ളതാ അല്ലേ? ഓക്കെ, ഇതിന്റെ ബൈറ്റ് എടുത്ത് നോക്കാം. ദ മൂമെന്റ് ഓഫ് ട്രൂത്ത്. ഇതിലൊരു ചീസിന്റെ ഒരു ടേസ്റ്റ് വരുന്നുണ്ട്, ബീഫിൻ്റെയും ടേസ്റ്റ് വരുന്നുണ്ട്. ബീഫിന് നല്ല
കുറച്ചും കൂടി സ്ട്രോങ്ങർ ടേസ്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഇറ്റ്സ് ഗുഡ്. ഒരു 100 rupees മറ്റേതിനെക്കാട്ടും കുറവാണ്. ബട്ട് എനിക്ക് തോന്നുന്നു ഇറ്റ്സ് ഓക്കെ, നോട്ട് ദാറ്റ് ബാഡ്. അപ്പൊ സാധാരണ ഇത് സ്വിഗ്ഗിയിൽ നിന്ന് ഓർഡർ ചെയ്യുകയാണെങ്കിൽ ഫുഡ് ഫ്ലിപ്പിംഗ് ബർഗറിന് ഓർഡർ ചെയ്യുമ്പോൾ ഇവിടെ ഡിസ്കൗണ്ട് ഉണ്ടാവുന്നതാണ് അറിയാൻ കഴിഞ്ഞത്. എത്ര പൈസ ഡിസ്കൗണ്ട്? യൂഷ്വലി 120 rupees ഡിസ്കൗണ്ട് വരുന്നത്. അപ്പൊ ആഫ്റ്റർ ഡിസ്കൗണ്ട് ഒരു 250 ഒക്കെ ആവും ഏകദേശം ആ ഡിസ്കൗണ്ട് പ്രൈസ്. അപ്പൊ അത് വെച്ച് നോക്കുകയാണെങ്കിൽ എക്സ്ട്രീംലി വർത്തി ആയിട്ട് എനിക്ക് തോന്നുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ട്. മറ്റേതിന്റെ അത്ര ഒരു ലെവൽ എത്തത്തില്ലായിരിക്കും, പക്ഷെ സ്റ്റിൽ വെരി ഗുഡ്. ഇപ്പൊ മറ്റേത് ഞാൻ റാങ്ക് ചെയ്യുകയാണെങ്കിൽ ഒരു 8.75 കൊടുത്താൽ ഇത് നമുക്കൊരു 8 കൊടുക്കേണ്ടി വരും. ആ ഒരു ലെവലിൽ ഉണ്ട് ഇത്. അപ്പൊ ഫ്രണ്ട്സ്, ഇപ്പം നമ്മൾ 2 ബർഗർ കഴിച്ചിട്ടുണ്ട്. ബീഫ് ബർഗർ കഴിച്ചിട്ടുണ്ട്, ഒറിജിനൽ ബർഗറാണ് നമ്മൾ കഴിച്ചിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ കഴിക്കാൻ പോകുന്നത് ഒറിജിനൽ ബർഗറും ഗുഡ് ഫ്ലിപ്പിംഗ് ബർഗറും നമ്മൾ കഴിച്ചു. ദ ലാസ്റ്റ് വൺ, ദ ബോസ് ബർഗർ. ഇത് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. ഓ, ഇതിന്റെ പാക്കേജിങ് വലിയ പെട്ടിയാണല്ലോ. ടെൻഡർലോയിൻ സ്മാഷ് ബർഗർ. ആമസോൺ പാക്കേജ് ആറ്റം വരെ. ഈ നൈഫ് തന്നെ ഇട്ട് തുറന്നാലോ? എന്താ ഇത്? എങ്ങോട്ടേക്ക് എനിക്ക് അയക്കാനുള്ളതാണോ? പാക്കേജിങ് അല്ലേ? ഓ, അതിന്റെ സൈഡിൽ സോസ് ഉണ്ട്. സൈഡില് അമേരിക്കൻ മസ്റ്റർഡ് സോസും ടൊമാറ്റോ കെച്ചപ്പും തന്നിട്ടുണ്ട്. ഒരാളും ടിഷ്യൂ തന്നിട്ടില്ല. അതെന്താന്ന് എനിക്കറിയില്ല. സാധാരണ വരുന്നതല്ലേ ഇത്? സൂം ചെയ്ത് കാണിക്കുന്ന. ഓ, ഇതിന് എത്ര പ്രൈസ്? ഇത് വരുന്ന 395. ഇതാണ് സെക്കൻഡ് മോസ്റ്റ് എക്സ്പെൻസീവ് ആഫ്റ്റർ ഒറിജിനൽ ബർഗർ കമ്പനി. ഓ, ഇത് ഡബിൾ പാറ്റി ആയിട്ടാണോ? എല്ലാം ഡബിൾ പാറ്റീസ്. ആ, സോ നമ്മൾ ഇതും കട്ട് ചെയ്യാൻ പോവാണ്. ഏറ്റവും ബിഗസ്റ്റ് ഒന്നല്ലേ? ഇത് കട്ട് ചെയ്യാൻ കുറച്ച് പണിയുണ്ട്. ഓ, ഇത് മര്യാദക്ക് മുറിഞ്ഞിട്ട് തന്നെ ഇല്ല. നമുക്കത് പറിച്ചെടുക്കേണ്ടി വരും. പിക്കിൾസ്, ചീസ്. ഇതിൽ പിക്കിൾസ് കാണുന്നുണ്ട്, ബീഫിന്റെ ഒരു വലിയ പാറ്റി ഉണ്ട്, ചീസ് ഉണ്ട്, ഓണിയൻസ് ഉണ്ട് അല്ലേ? എന്താ ഡിസപ്പോയിന്റഡ്. വേറെ എന്തൊക്കെയോ ഒരു ടേസ്റ്റാണ് വരുന്നത്. അതായത് പിക്കിൾസിന്റെ ആവും. മീറ്റിന്റെ ടേസ്റ്റ് തന്നെ അറിയില്ല, അതിനൊരു ലൈഫില്ല. ഒന്നുകൂടി കഴിച്ചോണ്ട. നോട്ട് ഗോയിങ് ടു ഓർഡർ ഫ്രം ദിസ് പ്ലേസ് അഗൈൻ. ബണ്ണെല്ലാം ഭയങ്കര തിക്കായിട്ട് വന്നല്ലേ? ബണ്ണും തിക്കാണ്. മീറ്റ് ഇത് ബീഫാണ് തന്നെ മനസ്സിലാവുന്നില്ല. മീറ്റ് മാത്രമായിട്ട് ട്രൈ ചെയ്ത് നോക്ക്. മീറ്റ് മാത്രം എനിക്ക് കിട്ടി, ഒരു ലൈഫും ഇല്ല. എന്തോ പീസ് ഓഫ് എന്തോ ഒരു ഇത് തിന്നോലെ കാർഡ്ബോർഡ് എന്നാറ്റം പറയേണ്ടി വരും. ഓ മാൻ, ഡിസപ്പോയിന്റഡ്, ഹ്യൂജ്ലി ഡിസപ്പോയിന്റഡ്. ഇതാണ് സെക്കൻഡ് മോസ്റ്റ് എക്സ്പെൻസീവ് തിങ്. ഐ ഹാവ് ടു റേറ്റ് ഇറ്റ് ലൈക്ക് സോ ബാഡ്. റേറ്റ് ചെയ്യാൻ തന്നെ പറ്റില്ല. 4 or 5 മേ ബി. 4 or 5. സോ ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, സോ ദ ബെസ്റ്റ് വൺസ് പറയുന്നതിൻ്റെ മുമ്പേ ചാനലിൽ ഒരു 700+ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, ഷോർട്സും ലോങ് വീഡിയോസും ആയിട്ട്. ഇതുപോലെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ, നോട്ടിഫിക്കേഷൻസ് ഒന്ന് ഓൺ ആക്കി വെക്കൂ. അതുപോലെ തന്നെ നമുക്കിനി ഫൈനൽ വെർഡിക്റ്റിലോട്ടേക്ക് കടക്കാം. ദ ബെസ്റ്റ്. അപ്പൊ ഫ്രണ്ട്സ്, ദ ഫസ്റ്റ് പ്രൈസ്, ലാസ്റ്റും തുടങ്ങാം നമുക്ക് അല്ലേ? ദ ലാസ്റ്റ് ഈസ് ഡെഫിനറ്റ്ലി ദിസ് വൺ. ഐ എം നോട്ട് ഗോയിങ് ടു സ്പെൻഡ് എ പെന്നി ഓൺ ദിസ് എനിമോർ. ബന്നെന്തോ പോലെ മീറ്റിന്റെ ഒരു ടേസ്റ്റും ഇല്ല. കാരണം മറ്റേത് രണ്ടും ഞാൻ നല്ലത് കഴിച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ അതിന്റെ എന്തായാലും ഡ്രാസ്റ്റിക് ഇൻഫ്ലുവൻസ് എന്തായാലും ഇവിടെ ഉണ്ടാവും. എന്തോ ഒരു പിക്കിളോ, എന്തോ ഒരു എസിഡിക് ടേസ്റ്റോ, എന്തോ ഒരു സംഭവം. നോട്ട് അറ്റ് ഓൾ ഗുഡ്. സോ ദ സെക്കൻഡ് പ്ലേസ് ഗോസ് ടു മറ്റേ ഗുഡ് ഫ്ലിപ്പിംഗ് ബർഗർ. അത് വെർത്ത്, പ്രൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് എക്സ്ട്രീംലി വെർത്ത് എന്ന് പറയേണ്ടി വരും. വെർത്തിന്ന്. കാരണം 250 rupees മറ്റേ ഓഫർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അത് കിട്ടാൻ സാധ്യത ഉണ്ട്. ഫസ്റ്റ് പ്ലേസ്
നമ്മുടെ ദ ഒറിജിനൽ ബർഗറിനാണ് കൊടുക്കാൻ ഇതാക്കുന്നത്. ആബ്സല്യൂട്ട്ലി അമേസിങ്. ആ ജ്യൂസിനെസ് ഓഫ് ദ ബീഫ് എല്ലാം ഉണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് ബ്രാൻഡിങ്ങും എല്ലാം വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ബെസ്റ്റ് എന്ന് തോന്നുന്നു. അതിന് പ്രൈസ് അധികമാണ്, സ്റ്റിൽ ഇറ്റ്സ് ദ ബെസ്റ്റ്. സോ ഇതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. നിങ്ങൾ ഇതൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ഓൺ ബിലോ നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിൽ കം വിത്ത് അനദർ വീഡിയോ നെക്സ്റ്റ് ടൈം. അണ്ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.